Question വായിക്കാം. A car traveling at 40 km per hour sight a distant signal at 150 meter and comes uniformly to rest at the signal. It remains at rest for 20 seconds as allowed by the signal. It uniformly accelerates to attain 40 km per hour in 250 meter. Calculate the time lost due to the signal. അപ്പം ഈ ഒരു ക്വസ്റ്റിൽ പറയുന്നത് ഒരു കാറ് ട്രാവൽ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അതിൻ്റെ വെലോസിറ്റി എന്ന് പറയുന്നത് 40 km/h ആയിരുന്നു. ഓക്കെ, 40 km/h ട്രാവൽ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാറായിരുന്നു. പെട്ടെന്നാണ് അത് ഒരു സിഗ്നൽ കണ്ടത്. ഇപ്പോൾ സിഗ്നൽ കാണുമ്പോൾ നമുക്ക് അവിടെ നിൽക്കണമല്ലോ. അങ്ങനെ ആ കാറ് അവിടെ നിൽക്കുന്നു. കാറ് നിൽക്കുകയാണ്. അപ്പം ഈ ഒരു ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് 150 മീറ്റർ ആണ്. ഓക്കെ, ഇത്രയും ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് 150 മീറ്റർ ആണ്. അപ്പോൾ സിഗ്നലിൻ്റെ അവിടെ ഒരു 20 സെക്കൻഡോളം നിർത്തിയിടേണ്ടതായിട്ട് വന്നു. ഒരു പെർട്ടിക്കുലർ വെലോസിറ്റിയിൽ വന്ന കാറാണ്, 40 km/h വന്ന കാറാണ്. എന്നിട്ടത് സ്റ്റോപ്പ് ആവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇനിഷ്യൽ വെലോസിറ്റി നമുക്ക് യു ആയിട്ട് കൊടുക്കാം, 40 km/h എന്ന് പറയാം. പിന്നെ അവിടുത്തെ ഫൈനൽ വെലോസിറ്റി എന്ന് പറയുന്നത്, അതായത് V1 എന്ന് എടുക്കുകയാണ്, എത്ര ആയിരിക്കും? 0 ആയിരിക്കും. അതായത് 40യിൽ വന്നിട്ട് അത് 0യിൽ വന്നിട്ട് റെസ്റ്റ് ആവുകയാണ്, റെസ്റ്റ് എടുക്കും. 40ൽ നിന്ന് 0 ആവുകയാണ് ചെയ്യുന്നത്. പിന്നെ അതിനെടുക്കാനുള്ള ടൈം, അതായത് 40 km വന്നിട്ട് റെസ്റ്റ് ആവാനുള്ള ടൈമിനെ നമുക്ക് T1 എന്നും കൊടുക്കാം. ഇനി നോക്കിക്കേ, അടുത്തെന്ന് പറയുന്നത് 20 സെക്കൻഡ് ആണ് അല്ലേ. അതെന്ന് പറയുന്നത് അടുത്ത സ്ട്രെച്ചാണ്. അതായത് 20 സെക്കൻഡ് അവിടെ റെസ്റ്റ് ചെയ്തു. അപ്പോൾ ഞാനതിന് T2 എന്ന് കൊടുക്കുകയാണ്. ഓക്കെ, അപ്പോൾ T2 എത്രയാണ്? 20 സെക്കൻഡ് ആണ്. ഇനി ക്വസ്റ്റിലെ ബാക്കി പറയുന്നത് നോക്കിക്കേ. അലൗഡ് ബൈ ദ സിഗ്നൽ ഇറ്റ് യൂണിഫോംലി ആക്സിലറേറ്റ് ആൻഡ് അറ്റൈൻ 40 km/h in 250 മീറ്റർ. അതായത് സിഗ്നൽ ഗ്രീൻ സിഗ്നലായി. അപ്പോൾ എന്ത് ചെയ്തു? വണ്ടി സ്റ്റാർട്ട് ചെയ്തിട്ട് യൂണിഫോംലി ആക്സിലറേറ്റ് ചെയ്തിട്ട് വീണ്ടും അതിൻ്റെ സ്പീഡ് എത്ര ആയിട്ട് മാറി? വീണ്ടും അതിൻ്റെ സ്പീഡ് എന്ന് പറയുന്നത് 40 km/h ആയിട്ട് മാറി. ആ ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ എത്രയാണ്? 250 മീറ്റർ ആണ്. അപ്പോൾ ആ ഒരു, അതായത് റെസ്റ്റിലിരിക്കുന്ന ഒരു വെഹിക്കിൾ, അതായത് റെസ്റ്റിലിരിക്കുന്ന കാറ് യൂണിഫോംലി ആക്സിലറേറ്റ് ചെയ്ത് 40 km/h എത്ര ഡിസ്റ്റൻസിലാണ്? 240 മീറ്ററിൽ. അപ്പോൾ ഇവിടുത്തെ വെലോസിറ്റി എത്ര ആയിരിക്കും? ഞാൻ U2 എന്ന് കൊടുക്കുകയാണ്. അപ്പം ഈ ഒരു വെലോസിറ്റി എന്ന് പറയുന്നത് 0 ആയിരിക്കും അല്ലേ. അതായത് 0 എന്ന് പറയുന്ന വെലോസിറ്റിയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് ആണ് 40 km/h എത്തിയിരിക്കുന്നത്. അപ്പോൾ ഇവിടുത്തെ ഈ ഇതെന്ന് പറയുന്നത് V2 ആണ്, ഫൈനൽ വെലോസിറ്റിയാണ്. ഈ ഒരു സ്ട്രെച്ചിലെ ഫൈനൽ വെലോസിറ്റിയാണ്. ആ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് 250 ആണ്. അപ്പോൾ നോക്കിയേ, ടോട്ടൽ ടൈം ഓഫ് ട്രാവൽ നമുക്ക് ഇങ്ങനെ എടുക്കാൻ പറ്റും. ഇവിടെ നിന്ന് ഇവിടെ വരെ, അതായത് 40 km/h നിന്നും 0യിലേക്ക് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി എടുത്ത ടൈം T1 ആണ്. ആ T1 പ്ലസ് പിന്നെ നമ്മൾ സിഗ്നലിൻ്റെ അവിടെ നമുക്കൊരു 20 സെക്കൻഡ് നമ്മൾ റെസ്റ്റ് എടുത്തല്ലേ. അപ്പം ആ ഒരു T2 പ്ലസ് പിന്നെ എന്താണ്, ഇത്രയും ഡിസ്റ്റൻസ് 0യിൽ നിന്നും 40 km/h ആവാൻ വേണ്ടിയിട്ട് അടുത്തൊരു ടൈം എടുത്താൽ ഞാൻ T3 എന്ന് ഓടിക്കുകയാണ്. അപ്പോൾ അത്രയും ടൈം എന്ന് പറയുന്നത് T3 ആണ്. അപ്പോൾ ടോട്ടൽ ടൈം ഓഫ് ട്രാവൽ എന്ന് പറയുന്നത് T1 പ്ലസ് T2 പ്ലസ് T3 ആണ്. ഇനി നോക്കിയേ, ഇവിടെ സിഗ്നൽ ഇല്ലായിരുന്നെങ്കിൽ എന്തായിരിക്കും സംഭവിക്കുക? ഈ 20 സെക്കൻഡ് നമ്മളവിടെ വെയിറ്റ് ചെയ്യേണ്ട കാര്യമില്ല. അതുപോലെ തന്നെ ഈ 40 km/h നിന്നും നമ്മൾ വെലോസിറ്റി 0 ആയി. പിന്നെ 0യിൽ നിന്നാണ് 40യിലേക്ക് പോയത് അല്ലേ. അപ്പോൾ അങ്ങനെയൊന്നും സംഭവിക്കില്ലായിരുന്നു, ഈ 40യിൽ തന്നെ പോകുമായിരുന്നു. അപ്പം ഈ ഒരു 40 km/h തന്നെ പോവുകയായിരുന്നു എന്നുണ്ടെങ്കിൽ ഈ 150 പ്ലസ് ഈ 250 മീറ്റർ കവർ ചെയ്യാൻ വേണ്ടിയിട്ട് ഇത്രയും ടൈം വേണ്ടായിരുന്നു അല്ലേ. അപ്പോൾ ആ ഒരു ടൈം നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യണം. അതായത് സിഗ്നൽ ഇല്ലായിരുന്നെങ്കിൽ ഈ ഒരു കാറ് പോകുന്നത് 40 km/h തന്നെ ആയിരിക്കും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എത്ര ടൈം എടുത്തേനേമായിരുന്നു എന്നാണ് നമ്മളിപ്പോൾ കണ്ടുപിടിക്കുന്നത്. അപ്പോൾ അത് നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാനായിട്ട് പറ്റും? അതിന് ഞാനിപ്പോൾ ക്യാപിറ്റൽ T എന്ന് കൊടുക്കുകയാണ്. നമുക്കറിയാം വെലോസിറ്റിയുടെ ഇക്വേഷൻ എന്താണ്? വെലോസിറ്റി വെച്ചാൽ ഡിസ്പ്ലേസ്മെൻറ്റ് ഡിവൈഡഡ് ബൈ ടൈം ആണ് അല്ലേ. അപ്പോൾ നമുക്ക് ടൈം കിട്ടണമെങ്കിൽ എന്ത് ചെയ്താൽ മതി? ആ ഡിസ്പ്ലേസ്മെൻറ്റ് അല്ലെങ്കിൽ ആ ഡിസ്റ്റൻസ് ഡിവൈഡഡ് ബൈ വെലോസിറ്റി കൊടുത്താൽ മതി അല്ലേ. അപ്പോൾ നോക്കി, നമുക്ക് ഡിസ്റ്റൻസ് അറിയാം അല്ലേ. എത്രയാണ് ടോട്ടൽ ഡിസ്റ്റൻസ്? 150 250 കൊണ്ട് ആഡ് ചെയ്ത് നമുക്ക് 400 മീറ്റർ ആണ് കിട്ടുന്നത്. അപ്പം ആ 400 ഡിവൈഡഡ് ബൈ അല്ലേ, ഡിസ്റ്റൻസ് ഡിവൈഡഡ് ബൈ വെലോസിറ്റി ചെയ്താൽ മതി. ഇപ്പം നമ്മുടെ വെലോസിറ്റിക്ക് ഒരു പ്രശ്നമുണ്ട്. വെലോസിറ്റി എങ്ങനെയാണ് തന്നിരിക്കുന്നത്? km/h തന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ആ km/h നമുക്ക് എന്താക്കി മാറ്റണം? m/s ആക്കി മാറ്റണം. ഇപ്പോൾ km/h m/s ആക്കി മാറ്റണം എന്നുണ്ടെങ്കിൽ 5/18 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. മനസ്സിലായല്ലോ? നമ്മുടെ 40 km/h m/s ആക്കണമെങ്കിൽ 40നെ 5/18 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് കിട്ടുന്നത് 11.11 m/s എന്നാണ് കിട്ടുന്നത്. അപ്പോൾ നമുക്കിവിടെ എന്ത് ചെയ്യാം? നമ്മുടെ 11.11 കൊടുക്കുന്നു. അപ്പോൾ നമുക്ക് കിട്ടുന്ന ടൈം എന്ന് പറയുന്നത് 36 സെക്കൻഡ് എന്നാണ് കിട്ടുന്നത്. അപ്പം ഇത് ചെയ്തതിൻ്റെ
അപ്പോൾ ഈ രണ്ട് ടൈമും ഞാൻ ഇവിടെ പറഞ്ഞതിൻ്റെ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ക്വസ്റ്റിൽ പറഞ്ഞിരിക്കുന്നത് എന്താണ്, ഈ സിഗ്നൽ കാരണം നമുക്ക് അവിടെ എത്ര ടൈം നഷ്ടപ്പെട്ടു എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ഈ ടൈം ലോസ്റ്റ് നമുക്ക് കണ്ടുപിടിക്കണം എന്നുണ്ടെങ്കിൽ ഈ T1 + T2 + T3യിൽ നിന്നും ഈ 36 സബ്സ്ട്രാക്ട് ചെയ്താൽ മതി അല്ലേ. അതായത് ശരിക്കും സിഗ്നൽ ഉണ്ടായിരുന്നപ്പോൾ നമുക്ക് ട്രാവൽ ചെയ്യേണ്ടുന്ന ടൈം T1 + T2 + T3 ആണ്. പക്ഷേ സിഗ്നൽ ഇല്ലായിരുന്നുവെങ്കിൽ നമുക്ക് ട്രാവൽ ചെയ്യേണ്ട ടൈം 36 സെക്കൻഡാണ്. അപ്പോൾ ഇതിൽ നിന്നും ഇത് സബ്സ്ട്രാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ടൈം ലോസ്റ്റ് കിട്ടും. അപ്പം നമുക്ക് ഇവിടെ വേണ്ടുന്നത് എന്താണ്, T2 നമുക്കറിയാം 20 സെക്കൻഡാണ്, T1ഉം T3യും കണ്ടുപിടിച്ചാൽ മതി. T1ഉം T3യും കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് എല്ലാ കാര്യങ്ങളും അവിടെ തന്നിട്ടുണ്ട്. അപ്പോൾ അതെന്താണ് നമുക്ക് നോക്കാം. അപ്പോൾ നോക്കിക്കേ, ഫസ്റ്റ് ഈ 150 മീറ്റർ ട്രാവൽ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു എത്രയാണ്, U1 നമുക്കറിയാം എത്രയാണ്, 40 km/h ആണ് തന്നിട്ടുണ്ട് അല്ലേ. അപ്പോൾ 40 km/h നമുക്ക് എന്താക്കി മാറ്റണം, മീറ്റർ/സെക്കൻഡ് ആക്കി മാറ്റണം. അതിനെന്ത് ചെയ്യുക, 40 × 5/18 ചെയ്താൽ മതി. അതായത് 11.11 മീറ്റർ/സെക്കൻഡ് എന്ന് കിട്ടും. ഇനി അവിടുത്തെ V1 എത്രയാണ്, ഈ 150 മീറ്ററിലെ V1 എത്രയാണ് നമുക്കറിയാം, 0 മീറ്റർ/സെക്കൻഡ് ആണ്. അതുപോലെ തന്നെ എസ് എത്രയാണ്, അതായത് ഈ ഒരു ഡിസ്റ്റൻസ് S1 എന്ന് വെച്ചാൽ എത്രയാണ്, S1 = 150 മീറ്റർ ആണ്. അതുപോലെ തന്നെ അവിടുത്തെ ടൈം എന്ന് പറയുന്നത് T1 ആണ്. ഈ T1 ആണ് നമുക്ക് കണ്ടുപിടിക്കാനായിട്ടുള്ളത്. അപ്പം ഈ T1 കണ്ടുപിടിക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്തൊക്കെ ഇക്വേഷൻ നമുക്ക് അറിയാമോ നോക്കുക. നമുക്ക് 3 ഇക്വേഷൻസ് അറിയാം അല്ലേ. V = U + 80 എന്ന് പറഞ്ഞ ഇക്വേഷനാണ് നമ്മുടെ ഫസ്റ്റ് ഇക്വേഷൻ. ആ ഇക്വേഷനിൽ നമുക്ക് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഈ T കിട്ടും. അപ്പോൾ നോക്കി എങ്ങനെയാണെന്ന് നോക്കാം. V = U + 80 ആണ്. അപ്പം ഇവിടുത്തെ V എത്രയാണ് നമുക്കറിയാം, V എന്ന് പറയുന്നത് 0 ആണ്. അപ്പോൾ 0 = U എന്ന് പറയുന്നത് എത്രയാണ് നമുക്കറിയാം, 11.11 ആണ്. അപ്പോൾ അതിട്ട് കൊടുക്കുന്നു. പ്ലസ് ആക്സിലറേഷൻ നമുക്കറിയത്തില്ല, അതവിടെ കിടക്കട്ടെ, ഇൻറ്റു T. അപ്പോൾ T എന്ന് പറയുന്നത് ഇവിടുത്തെ ടൈമാണ്. ആ ടൈം എത്രയാണ്, T1 ആണ്. അപ്പം ഈ ഇക്വേഷനിൽ നമുക്ക് ഇക്വേഷൻ നമ്പർ 1 എന്ന് ഞാൻ കൊടുക്കുകയാണ്. ഇതിൽ ആക്സിലറേഷൻ നമുക്കറിയത്തില്ല. ആക്സിലറേഷൻ നമുക്ക് കണ്ടുപിടിക്കാനായിട്ട് പറ്റും. എന്താണ്, നമുക്ക് അടുത്ത ഇക്വേഷൻ അറിയാമല്ലോ. സെക്കൻഡ് ഇക്വേഷൻ എന്താണ്, V² = U² + 2AS എന്ന് പറഞ്ഞ ഇക്വേഷൻ നമുക്കറിയാം അല്ലേ. അപ്പം അതിലെ V നമുക്കറിയാമല്ലോ, V എത്രയാണ്, 0 ആണ്. = U നമുക്കറിയാം 11.11 ആണ്. പ്ലസ് 2 × A നമുക്കറിയത്തില്ല, കണ്ടുപിടിക്കണം. S എന്ന് പറഞ്ഞത് എത്രയാണ്, 150 ആണ്. അപ്പോൾ നോക്കിക്കേ, ഇവിടെ A മാത്രമാണ് അൺനോൺ. അപ്പോൾ അതിനെ സോൾവ് ചെയ്യുക. അങ്ങനെ നമുക്ക് ആക്സിലറേഷൻ കിട്ടുന്നത് -0.41 മീറ്റർ/സെക്കൻഡ്² ആണ്. ഇവിടെ ആക്സിലറേഷൻ മൈനസ് കിട്ടിയതിന് കാരണം എന്താണ്, വെലോസിറ്റി 0 ആകുകയാണ് അല്ലേ. 40ൽ നിന്നും 0 ആകുകയാണ്. അതുകൊണ്ടാണ് ആക്സിലറേഷൻ മൈനസ് കിട്ടിയിരിക്കുന്നത്. ഇനി നമുക്ക് എന്ത് ചെയ്താൽ മതി, ഈ ആക്സിലറേഷൻ എടുത്തിട്ട് ഈ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് T1ൻ്റെ വാല്യൂ കിട്ടും. ആ ഇക്വേഷനിൽ ഞാൻ ആക്സിലറേഷൻ്റെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ടുണ്ട്. ഇതിനെ സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് T1ൻ്റെ ആൻസർ കിട്ടുന്നത് 27 സെക്കൻഡ് എന്നാണ്. അപ്പോൾ നമ്മൾ T1 കണ്ടുപിടിച്ചു. ഇനി നമുക്ക് അടുത്തായിട്ട് എന്ത് വേണം, അപ്പോൾ T1 കിട്ടിയ T2 നമുക്കറിയാം, T3 വേണം. അപ്പോൾ T3 വേണമെങ്കിൽ എന്ത് ചെയ്താൽ മതി, ഇത്രയും ഡിസ്റ്റൻസ് കവർ ചെയ്യാനുള്ള ടൈമാണ് നമ്മളിവിടെ T3 എടുത്തിരിക്കുന്നത് അല്ലേ. അത് നമുക്ക് T3 കണ്ടുപിടിക്കാനായിട്ട് എന്ത് ചെയ്താൽ മതി, ഇതേ സ്റ്റെപ്സ് തന്നെ ഫോളോ ചെയ്താൽ മതി അല്ലേ. എങ്ങനെയാണ്, അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് ആ ഒരു സെക്ഷനിലെ വെലോസിറ്റീസ് നമുക്ക് എഴുതാം. അതിൻ്റെ ഇനിഷ്യൽ വെലോസിറ്റി എത്രയാണ്, ഈ 250 മീറ്റർ കവർ ചെയ്യുമ്പോൾ ഇനിഷ്യൽ വെലോസിറ്റി എത്രയാണ്, റെസ്റ്റിൽ നിന്നാണ് ഈ 40 km/h പോയിരിക്കുന്നത്. അപ്പോൾ നോക്കിക്കേ, ഇനിഷ്യൽ വെലോസിറ്റി നമുക്കറിയാം, U2 എന്ന് പറയുന്നത് എത്രയാണ്, 0 എന്ന് കൊടുത്തിട്ടുണ്ട്. ഫൈനൽ വെലോസിറ്റി V2 എന്ന് പറയുന്നത് എത്രയാണ്, 40 km/h ആണ്. അതിന് നമുക്ക് മീറ്റർ/സെക്കൻഡ് ആക്കി മാറ്റാം അല്ലേ. എങ്ങനെയാണ്, 11.11 മീറ്റർ/സെക്കൻഡ് ആണ്. ഇനി അവിടെ നമ്മൾ എടുത്തിരിക്കുന്ന ടൈം T3 എന്നാണ് എടുത്തിരിക്കുന്നത്. ഇപ്പോൾ ചിലവർക്ക് ഡൗട്ട് വരാം, എന്തുകൊണ്ടാണ് ഇവിടെ T3 എന്ന് എടുത്തത്, T2 എന്ന് എടുത്തുകൂടായിരുന്നോ എന്നൊക്കെ. അത് നെയിമിങ്ങൊക്കെ നമ്മുടെ ഇഷ്ടമാണ് അല്ലേ. വേണമെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ ഇതിന് ഈ U2ഉം V2ന് പകരം നിങ്ങൾക്ക് U3യും V3 എന്ന് എടുത്താലും മതി, കുഴപ്പമൊന്നുമില്ല. സെയിം ആൻസർ തന്നെ ആയിരിക്കും കിട്ടുന്നത്. അപ്പോൾ നോക്കിക്കേ, ഈ ഇക്വേഷൻ നമുക്ക് ഫസ്റ്റ് നമ്മൾ എന്ത് ചെയ്യുക, ഈ ഇക്വേഷൻ എടുക്കുക. അതായത് V = U + 80 എന്നുള്ള ഇക്വേഷൻ കൊടുക്കുക. ഇവിടെ നോക്കിയേ, Vന് വാല്യൂ ഉണ്ട് അല്ലേ. V എത്രയാണ്, 11.11 ആണ്. അതിട്ടു. U 0 ആണ്. പ്ലസ് A നമുക്കറിയത്തില്ല, Tക്ക് പകരം എന്താണ്, T3 ആണ്. ഓക്കെ, ഈ ഇക്വേഷനിൽ കൊടുത്തിട്ട് ആക്സിലറേഷൻ കണ്ടുപിടിക്കാം. Vൻ്റെ വാല്യൂ എത്രയാണ്, 11.11² ആണ്. = U 0 ആണ്. പ്ലസ് 2 × A × S. S എന്ന് പറയുന്നത് ആ ഒരു ഡിസ്റ്റൻസ് ആണ് അല്ലേ. S എത്രയാണ്, S2 എന്ന് പറയുന്ന ആ ഡിസ്റ്റൻസ് 250 മീറ്റർ ആണ് അല്ലേ. ഇത്രയും ഡിസ്റ്റൻസ് 250 മീറ്റർ ആണ്. അപ്പോൾ ആ 250 നമ്മൾ ഇങ്ങോട്ട് ഇട്ടു. ഇനി ഇവിടെ ആക്സിലറേഷൻ മാത്രമാണ് നമുക്ക് കണ്ടുപിടിക്കാനുള്ള അൺനോൺ. അപ്പോൾ ആക്സിലറേഷൻ കിട്ടുന്നത് 0.247
മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ എന്നാണ് കിട്ടുന്നത്. അപ്പം ആ ആക്സലറേഷൻ നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, ഇതിനെ എടുത്തിട്ട് നമ്മുടെ ഈ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കാം. ഇവിടെ ഞാൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇവിടെ നിന്നും T3 കണ്ടുപിടിക്കാം. എങ്ങനെ കണ്ടുപിടിക്കാം? 11.11 ഡിവൈഡ് ബൈ 0.247 ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് T3 കിട്ടുന്നത് 45 സെക്കൻഡ് എന്ന് കിട്ടും. അപ്പോൾ നോക്കിക്കേ, നമുക്ക് വേണ്ടുന്ന T1 കിട്ടി, T2 നമുക്കറിയാം, T3 കിട്ടി. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ടൈം ലോസ്റ്റ് എങ്ങനെ കണ്ടുപിടിക്കാം? ഈ ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്താൽ മതി അല്ലേ. അപ്പോൾ T1 എത്രയാണ്? 27 ആണ്. 27 പ്ലസ് T2 നമുക്കറിയാം 20 ആണ്, പ്ലസ് T3 എന്ന് പറയുന്നത് 45 ആണ്, മൈനസ് 36 ചെയ്താൽ മതി. അപ്പം ഇതിനെ സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് 56 സെക്കൻഡ്സ് ആണ് കിട്ടുന്നത്. ഓക്കെ, മനസ്സിലായല്ലോ. നമുക്ക് സിഗ്നൽ ഉണ്ടായത് കാരണം നമുക്ക് അവിടെ നഷ്ടപ്പെട്ട ടൈം എത്രയാണ്? 56 സെക്കൻഡാണ്.